ബാലയുടെ വാക്കുകൾക്കായി കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഭാര്യ കോകിലയും വിളിച്ചു വരുത്തി ബാല വെളിപ്പെടുത്തുന്നത് ശസ്ത്രക്രിയയ്ക്കിടയ്ക്ക് സംഭവിച്ച അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെ ഇടയിൽ തനിക്ക് സംഭവിച്ച ചതികളെക്കുറിച്ചാണ്. ബാല പറയുന്ന വീഡിയോയിൽ വ്യക്തമായി ഇക്കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ബാലയുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ടാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതെന്നും പറയാം. സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുകയാണിത്. കരൾ മാറ്റ ശസ്ത്രക്രിയ ചെയ്തൊരു വ്യക്തിയാണ് നടൻ ബാല എന്ന് എല്ലാവർക്കും അറിയാം. ശസ്ത്രക്രിയ ചെയ്ത് ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാലയുടെ ആരോഗ്യത്തെക്കുറിച്ചും എല്ലാവരും ചോദിക്കുന്നുണ്ട്. കരൾ മാറ്റ ശസ്ത്രക്രിയ വളരെ വിരളമായി നടക്കുന്ന ഒരു സാഹചര്യമല്ല. അതിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബാലയുടെ അവസ്ഥയെക്കുറിച്ച് എല്ലാവരും അന്വേഷിക്കുന്നത്. ഈ ഇടയ്ക്ക് അത്രയും ആക്റ്റീവായി ബാലയെ കാണാത്തത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്നാൽ ബാലയ്ക്ക് പറയാനുള്ളത് ഒരു ചതിയുടെ കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ബാല പറയുന്ന വാക്കുകളിലൂടെ കേൾക്കുമ്പോഴും കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്ന് പറയുന്നു. മരുന്ന് നൽകിയ ആളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകാതെയാണ് ഇപ്പോൾ നടൻ ബാല ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് തെറ്റായ മരുന്ന് തന്നു, ആ മരുന്ന് കഴിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് വരെ എനിക്ക് പറയാം. ഞാൻ ആളുടെ പേര് പറയില്ല. ആളുടെ പേര് പറഞ്ഞാൽ അത് വളരെയധികം തെറ്റായി മാറും എന്നാണ് നടൻ ബാല പറയുന്നത്. കരൾ രോഗത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് തന്നെ ചതിയിൽ നിന്നും ദൈവം വീണ്ടും രക്ഷിച്ചുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു ബാല ഇക്കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. എന്നാൽ ബാലയ്ക്കെതിരെ നടക്കുന്ന കടുത്ത രൂക്ഷമായ വിമർശനത്തെ പറ്റിയോ തന്റെ ആദ്യ ഭാര്യയും 2ാം ഭാര്യയും ഒക്കെ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ബാല അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ല. ബാല എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് നിരവധി പേർ ചോദിക്കുന്നു. അതിനെക്കുറിച്ച് ബാലയ്ക്ക് വിവരിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെങ്കിലും ആളുകൾ എല്ലാവരും ബാല സത്യം തുറന്നു പറയുമെന്നും ബാലയുടെ ഭാഗത്തിലെ കാര്യങ്ങൾ ചോദിക്കാനും അന്വേഷിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ മറുപടി നൽകിയേ മതിയാകൂ എന്ന് പറയുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ മുൻ വിവാഹത്തിൽ നിന്ന് കുട്ടിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഔദ്യോഗികമായി ഇത് 2ാമത്തെ വിവാഹമാണ്. ഇപ്പോൾ ഞങ്ങൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ദൈവം നമുക്കായി സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ഒരു സമയമുണ്ട്. ഞങ്ങൾ 2 പേരും ആ ഒരു ജീവിതത്തിലാണ്. ദൈവം ആദ്യം അസുഖത്തിന്റെ രൂപത്തിൽ എന്നെ ഒന്ന് പരീക്ഷിച്ചു. ഞാൻ ജീവിതത്തിൽ തിരിച്ചു വരുമെന്ന് പോലും ആരും കരുതിയില്ല. മെഡിക്കൽ മിറാക്കിൾ എന്ന് എല്ലാവരും എന്നത് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലും അത് സംഭവിച്ചു. ഒരുപാട് ഡോക്ടർമാരുടെ സഹായത്തോടെ ഞാൻ അത് നേടി സമ്മതിച്ചു. അത് കഴിഞ്ഞും ദൈവം എന്നെ പലപ്പോഴും ചതിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ പലപ്പോഴും അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ദൈവം എന്നെ പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഞാൻ മുക്തനായി വന്നു. അതെല്ലാം എൻ്റെ ആത്മവിശ്വാസം കൊണ്ടാണെന്ന് ബാല പറയുന്നു. ആത്മവിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എനിക്ക് എന്തിനേയും അതിജീവിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം തന്നെയാണ് തനിക്കുള്ളത് എന്ന് ബാല പറയുന്നുണ്ട്. ബാല തന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അത് പ്രേക്ഷകർക്കും വളരെയധികം സന്തോഷം തോന്നുന്നു. വളരെയധികം ദുഃഖാവസ്ഥയിലായിരുന്നു ബാല ആദ്യമൊക്കെ. ആ ബാലയിൽ നിന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ബാല വളർന്നല്ലോ എന്നാണ് നിരവധി പേർ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.